നമസ്കാരം ടാക്കോഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് റീലൈറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സിനെ കുറിച്ചാണ്. ചെറിയൊരു നോഡാണ്. നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ടാബിലും ചെയ്യാൻ പറ്റും, അതേപോലെ ഫ്യൂഷൻ ടാബിലും ചെയ്യാൻ പറ്റും. ഫ്യൂഷനിൽ എനിക്ക് ഇങ്ങോട്ട് കറക്റ്റായിട്ട് എയിം ആയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെ ടാബിൽ അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് ചെറിയൊരു 3D എഫക്റ്റ് കൊണ്ടുവന്ന് ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഈ ഭാഗത്ത് ആ ഒരു നോഡിൻ്റെ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഈ ഭാഗത്ത് മാത്രം അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3D മറവാണല്ലോ, അപ്പോൾ ഈ ഭാഗത്തേക്ക് അതിൻ്റെ ഷെയ്ഡ് വരും. അപ്പോൾ ഷെയ്ഡായിട്ട് വരില്ല. പക്ഷേ ഈ ഭാഗത്ത് മാത്രമേ ലൈറ്റ് വരുള്ളൂ. ഇപ്പറേക്ക് പഴയ എങ്ങനെയാണോ ലൈറ്റ് ഇരിക്കുന്നത് അതേപോലെ. അതേപോലെ താഴേന്ന് ആഡ് കഴിഞ്ഞാൽ താടിയുടെ ഇവിടെ മാത്രം ലൈറ്റ് വന്നിട്ട് കറക്റ്റായിട്ട് ഇവിടുന്ന് മേലോട്ടേക്ക് ആ ലൈറ്റ് അപ്ലൈ ആവാതെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ആ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. അതേപോലെ നമുക്ക് നൈറ്റ് ഡേ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവമാണത്. ഡേ സീന് ഷൂട്ട് ചെയ്യുക. ലൈറ്റ് ബൾബൊക്കെ ഇട്ട് വെച്ച് ഡേ സീന് ഷൂട്ട് ചെയ്ത ശേഷം അത് നൈറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ലൈറ്റിനെ ആ ബൾബിൻ്റെ അവിടേക്ക് അപ്ലൈ ചെയ്ത് ബാക്കി ഭാഗം ഡാർക്ക് ആക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക്പൂൾ വിഎഫ്എക്സ് സ്റ്റുഡിയോ. ഞാൻ ഈ 2 ഇമേജിൻ്റെ അകത്ത് റീലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ഇട്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ട് റെക്കോർഡും കൂടെ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഭയങ്കരമായിട്ട് ലാഗ് ആവുകയും സ്റ്റക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അതിന് സ്പെക്ക് ഇത്തിരി കുറവുള്ളതുകൊണ്ടായിരിക്കും. അത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സിസ്റ്റം ആകുമ്പോൾ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഇത് ഡാവിഞ്ചി റിസോൾവ് വേർഷനിൽ കിട്ടില്ല. ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ വേർഷനിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ റീലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു നീല ലൈറ്റ് അപ്ലൈ ചെയ്തു, ഇവിടെ ഒരു സാധാ ലൈറ്റ് അപ്ലൈ ചെയ്തു, പിന്നെ 2 മഞ്ഞ ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഇത്തിരി നൈറ്റ് മോഡിലേക്ക് കൊണ്ടുവന്നതാണ് വേറെ ലുക്കിലേക്ക്. ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, ഈ ഒരു ഇമേജ് ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ കളർ ഉണ്ട്. അതൊന്ന് ലൈറ്റും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് നൈറ്റ് ഒരു സ്റ്റൈലിലേക്ക് വരും നോക്കിക്കോ. അവിടേക്കൊന്നും ലൈറ്റ് പോവില്ല. കാരണം ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ് ഈ ഷെയ്ഡിൽ മാത്രമേ വരുള്ളൂ, ഇപ്പുറത്തോട്ട് വരില്ല. ഈ ലൈറ്റ് അതേപോലെ ഇങ്ങോട്ടൊക്കെ വരിക എന്നല്ലാണ്ട് ഈ വീടിൻ്റെ ഈ ഗ്യാപ്പുള്ള ഭാഗത്തേ ഇല്ല. അതായത് 3D മോഡലിലാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഈ മരത്തിൻ്റെ ബാക്കിലോട്ടൊന്നും ലൈറ്റ് വരില്ല നോക്കിക്കോട്ടോ. ഈ മരത്തിൻ്റെ ബാക്കിലോട്ട് വരേണ്ട നിഴലാണ്. അങ്ങനെ തന്നെ ലൈറ്റ് ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് വരുള്ളൂ. ഓക്കെ, നോക്കിക്കണ്ട, അവിടേക്ക് ഒരു നിഴലാണ് വന്നേക്കുന്നത്. ഇവിടെ അതുപോലെ ലൈറ്റ് ഇട്ടു, ഇവിടേക്കൊക്കെ ലൈറ്റ് വന്ന് കണ്ടോ. ലൈറ്റ് ഇല്ലാത്ത ഏരിയയിലേക്കൊക്കെ കുറച്ച് ലൈറ്റ് വന്നു. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. ഓക്കെ, ഇനി അടുത്ത ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു ഡേ ഇമേജിനെ ജസ്റ്റ് നൈറ്റാക്കി വെറുതെ ഒന്ന് ലൈറ്റൊക്കെ ചെയ്ത് വെച്ചാണ്. കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല, സിസ്റ്റം സ്റ്റക്കായി പോകുന്നതാണ്. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഈ ലൈറ്റൊക്കെ മുകളിലേക്ക് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയാവും. എനിക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യില്ല. മൂന്നാമത്തെ ലൈറ്റ് ഇട്ടതോടി കൂടി കമ്പ്യൂട്ടറിന് മൊത്തം പണിയും നിന്ന് പോയാൽ തന്നെയായി. ഓക്കെ, ഇതൊന്ന് കാണിച്ചു തരാം. കണ്ട, ഈ ഒരു പകൽ സംഭവത്തിനാണ് നമ്മൾ റീലൈറ്റ് ചെയ്ത് നൈറ്റ് ആക്കി എടുത്തേക്കുന്നത്. ഇത് വീഡിയോ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഈ കാറൊക്കെ ഓടി വരുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ ലൈറ്റൊക്കെ ഇങ്ങനെ ട്രാക്ക് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മൾ ഇന്ന് ജസ്റ്റ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് ഇച്ചിരി VFX മുന്നോട്ടേക്ക് ചെയ്യാം കേട്ടോ. നേരെ കളർ ഗ്രേഡിങ്ങിൻ്റെ ടാബിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇത്രയും നോഡുകളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് തട്ടിയിട്ട് നമുക്ക് ഒന്നേ നിന്ന് തുടങ്ങാം അല്ലേ. ഇവിടെ നമ്മൾ മെയിനായിട്ട് കുറച്ച് നോഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ എഫക്റ്റുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോഡിൻ്റെ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതേപോലെ നോഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 3D ബേസിലാണ് ഈ സംഭവങ്ങൾ വരാൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ ലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിഴൽ ഇവിടേക്ക് വരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവിടെ 3D ബേസിലായിട്ട് ഈ ഒരു XY ഡയമെൻഷനിൽ പുറമെ Z ആയിട്ട് ഉള്ളോടെ ഡയമെൻഷൻ കൂടെ ഇവിടെ അപ്ലൈ ആയിട്ട് വരും. അതിന് വേണ്ടി നമ്മളൊരു ഡെപ്ത് മാപ്പ് അല്ലെങ്കിൽ നോർമൽ മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് റീലൈറ്റ് തന്നെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്തോളും. എന്നാലും ആ ഒരു സംഭവം എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ബാക്കി കൂടുതൽ പറയാവുന്ന ഒരുപാട് പറയാനുണ്ട്, നോർമൽ മാപ്പ്, ഡെപ്ത് മാപ്പൊക്കെ. അപ്പോൾ തൽക്കാലം അതൊക്കെ ഒന്ന് ലീവ് ചെയ്യാം. നമ്മൾ ഇതൊന്ന് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് കിട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ആ നോഡ് കൊടുക്കുക. അതിലൊരു കറക്റ്റർ നോഡിനെ അവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഉണ്ടോ, ഈ വീഡിയോയുടെ മെയിൻ പോയിന്റ് ആണ്. ഇവിടുന്നൊരു പൈപ്പ് ലൈൻ വലിച്ച് ഞാൻ ഈ ഒരു കണക്ടറിലേക്ക് കണക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വലിക്കുന്ന ലൈനാണ് പൈപ്പ് ലൈൻ എന്ന് പറയാം. ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ വീഡിയോ. അതിൽ നമ്മൾ ഓരോ എഫക്റ്റിന് വേണ്ടി ഓരോ വീഡിയോകൾ ആഡ് ചെയ്ത് കൊണ്ടുപോവാണ്. ഓക്കെ അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ മെയിൻ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ അടിയിൽ ആഡ് ചെയ്തേക്കുന്ന ഇതിനെ ഞാൻ ഇവിടേക്ക് ഒന്ന് കണക്ട് ചെയ്യാണ്. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി ഇവിടെ എഫക്റ്റ് പാനൽ കണ്ടോ, എഫക്റ്റ് പാനൽ ഒന്ന് ഓൺ ചെയ്തിട്ട് അവിടെ റീലൈറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. റീലൈറ്റ് സെർച്ച് ചെയ്ത് അതേപോലെ ഒരു നോഡ്, ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ എഫക്റ്റ് ഡ്രാഗ് ചെയ്യാം. ഈ ഒരു കറക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോഡ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ലാഗ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഔട്ടായിരിക്കും കിട്ടുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയല്ല കാണുന്നതെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ കാണാൻ പറ്റും. ആ നിഴൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ കണ്ടെന്നതിൽ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. അതേപോലെ ഇതിനെ ഇവിടേക്ക് കൊണ്ട് വെച്ചാൽ നോക്കിയാൽ കണ്ട, ഇതിൻ്റെ ഈ ഒരു പുല്ലാണിത്. ഈ പുല്ലിൻ്റെ ബാക്കിൽ നിഴലുണ്ട്, ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ട്. അതേപോലെ ഇവിടേക്ക് കൊണ്ട് വെച്ചാൽ കണ്ടോ, ഈ ഭാഗത്തേക്കൊക്കെ നിഴൽ വന്നു.
ഈ പുല്ലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ വീട്ടിലൊക്കെ ലൈറ്റ് വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത് കണ്ടോ. ഇവിടേക്ക് കൊണ്ട് വെക്കുന്ന സമയത്ത് ഇവിടേക്കൊക്കെ നിഴൽ വരുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതൊരു ഡെപ്ത് മാപ്പ് പോലത്തെ ഒരു മാപ്പാണ്. ഇതിന് ഇവർ പറയുന്ന പേര് റിലേറ്റ് മാപ്പ് എന്ന് തന്നെയാണ് ഇവരിതിന് പറയുന്നത്. അതിന് പകരം മുകളിൽ കണ്ടോ ഔട്ട്പുട്ട് സർഫേസ് മാപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് 3Dയിലൊക്കെ പറയുന്ന നോർമൽ മാപ്പ് എന്ന് പറയുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ ഈ റെഡ് കളർ ബ്ലൂ കളറുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ട് പല കളറുകളിൽ വരുന്നത്. അതിൽ ഡെപ്തിൻ്റെ ഫീൽഡിനനുസരിച്ച് അതും കളർ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ 3Dയുടെ ഏതെങ്കിലും ഡെപ്ത് മാപ്പിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇത്രയും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്തത്. ഇനി ഞാൻ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് സാധാരണ വരുന്ന ആ മെയിൻ അതിന് ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാണെന്ന് അറിയാം, ഈ മെയിൻ നോഡിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് നോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ആഡ് ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓൾട്ട് L വിൻഡോസിലാകുമ്പോൾ കേട്ടോ, മാക്കിലാകുമ്പോൾ ഓപ്ഷൻ L ഷോർട്ട് കട്ട്. ഇത് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു നോഡ് ആഡ് ആയി അല്ലേ. ആ ഒരു നോഡ് ആഡ് ആയ സമയത്തേക്ക് നമുക്ക് ഒരു റീലൈറ്റിനെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ 2 കൂടെ ആഡ് ചെയ്യാം അല്ലേ. 3 വരുമ്പോഴേക്കും ഏകദേശം കമ്പ്യൂട്ടറിൻ്റെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് 3 ഞാൻ ആഡ് ചെയ്ത്. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കായി പോകും കേട്ടോ. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറില്ലേ ഇവിടേക്ക് റീലൈറ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോയി. പക്ഷേ ഈ 3 സെപ്പറേറ്റ് റീലൈറ്റ് അപ്ലൈ ചെയ്ത് സിസ്റ്റം ലാഗ് അടിച്ച് പണ്ടാറടങ്ങും. ആ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ അകത്ത് മൊത്തം സെറ്റിങ്സ് ചെയ്ത് ഇനി ഇതിൻ്റെ ഒരു ഔട്ട് എടുത്തിട്ട് ഇവിടേക്ക് കൊടുത്താൽ മതി. പക്ഷേ അതിന് മുന്നേ റീലൈറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. പക്ഷേ മാപ്പ് ഇവിടെ വേണമെന്നില്ല. അപ്പോൾ റീലൈറ്റ് അപ്ലൈ ചെയ്തു. നമുക്കിവിടെ മാപ്പ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, യൂസ് ഇൻപുട്ട് ടു. ഏതാണ് മാപ്പ് വേണ്ടത്? ഈ മാപ്പ് ഈ ഒരു ഇൻപുട്ട് ടൂവിൽ വരുന്ന കണക്ഷൻ്റെ മാപ്പാണ് വേണ്ടത്. അത് ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുത്തിട്ട് ഈ ടൂവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാപ്പാണ് ഇവൻ പിന്നെ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായി, അവിടെ ലാഗ് എന്നുള്ള സംഭവമില്ല, പോയി. ഇനി അതേപോലെ റിയലൈറ്റ് മാപ്പ് പ്രിവ്യൂ എന്നുള്ള ഇത് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു മാപ്പില്ലേ, അതായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇത് ഓഫ് ചെയ്താൽ മാത്രമേ ഒറിജിനൽ പിക്ക് കാണാൻ പറ്റൂ. ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനി രണ്ടാമത്തേതിലേക്ക് ഇതേപോലെ തന്നെ റീലൈറ്റ് അപ്ലൈ ചെയ്യാം. റീലൈറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ട് ടു കൊടുക്കുന്നു. പിന്നെ എന്താ ഈ സംഭവം ഓഫ് ചെയ്യുന്നു. ഇവിടുന്ന് വീണ്ടും ഈ ഒരു പച്ചയും തന്നെ എടുക്കുക, 2ലേക്ക് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ പച്ച കണക്ടറിൽ കേട്ടോ. നീലയിൽ കണക്ട് ചെയ്തേ പ്രത്യേകം ശ്രദ്ധിക്കണം. നീല നമുക്ക് മാപ്പ് അതുപോലെ ആൽഫ ചാനൽസ് കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ആൽഫ ചാനൽസ് കണക്ട് ചെയ്യാനാണ് ഈ നീല വരുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് തന്നെ വലിച്ച് ടൂയിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ വേറൊരു കളർ വന്ന് ഇത് ലോഡായതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻപുട്ട് ടു കൊടുക്കുക, ഇത് ഓഫ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കളറിലുള്ള ഔട്ട് കിട്ടും. അതേപോലെ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ലൈറ്റ് ഒന്നും അപ്ലൈ ചെയ്ത് എവിടെയും കാണാൻ പറ്റുന്നില്ല അല്ലേ. അതെന്താണെന്ന് അറിയാം, എല്ലാവരും ഒരേ ടൈപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ലെയറിനെ നമ്മൾ ആദ്യം രാത്രിയാക്കി മാറ്റണം. ഓക്കെ, മുകളിലുള്ള മെയിൻ ഈ ഒരു നോഡിനെ ക്ലിക്ക് ചെയ്യാം. രാത്രിയായിട്ട് മാറും. നമുക്ക് ജസ്റ്റ് കളർ ഗ്രേഡ് ചെയ്താൽ മതി. ഈ ഒരു പ്രൈമറി വീലിൽ തന്നെ വന്നിട്ട് ലേശൊരു ബ്ലൂ ടിൻറ്റ് കൊടുക്കുക. ഒരു ബ്ലൂ കളറല്ലേ നൈറ്റിന് ഉണ്ടാവുക, ചെറിയൊരു ബ്ലൂ കൊടുക്കുക, ചെറുതായിട്ടൊരു ബ്ലൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സാച്ചുറേഷൻ ഉണ്ടാകും, കുറച്ച് കുറയ്ക്കുക. സാച്ചുറേഷൻ അധികം വേണ്ടല്ലേ രാത്രിയില്ലേ, കുറച്ച് സാച്ചുറേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു മാറ്റം അറിയാത്ത എന്താണെന്ന് അറിയാം, ഇവരൊക്കെ ഇവിടെ കണക്ട് ആയി കിടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇവിടെ ഡാർക്കാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുറച്ച് ഹൈലൈറ്റ് ഒക്കെ കുറയ്ക്കുക. പിന്നെ ഓഫ്സെറ്റിൻ്റെ വൈറ്റ് കുറച്ച് കുറയ്ക്കുക. ഇവിടെയും ഹൈലൈറ്റ് കുറച്ച് കുറയ്ക്കുക. ഷെയ്ഡും കുറച്ച് കുറയ്ക്കുക. സാച്ചുറേഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കൊരു രാത്രി ഫീൽ ഇവിടെ കിട്ടി. ഇമാരൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കമാൻഡ് ഡി, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഡി ആയിരിക്കും, ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇവരെ മൊത്തം സെലക്ട് ചെയ്തിട്ട് കമാൻഡ് ഡി, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഡി ആയിരിക്കാം. അവരെ ഹൈഡ് ചെയ്തിട്ട് ഇവരെ മാത്രം ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് രാത്രി ആയെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് തുടങ്ങി പോയിട്ട് പറ്റുകയാണെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി. വീണ്ടും കുറച്ചും കൂടെ ലൈറ്റൊക്കെ കുറയ്ക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ഇതേപോലെ മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന ഇമേജ് ഇങ്ങനെയാണ്. ഇത് രാത്രിയാണ്, വലിയൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ലേ. ഇനി നമ്മൾ ഇവന്മാരെ വീണ്ടും ഓൺ ചെയ്യുകയാണ്. ഇവനെ ക്ലിക്ക് ചെയ്ത് ഇവരെ മാത്രം ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, കമാൻഡ് ഡി അടിക്കുക. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഡി ആയിരിക്കും മിക്കവാറും വരിക. അപ്പോൾ അവർ അൺഹൈഡ് ആവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ ലൈറ്റ്, ഈ ലൈറ്റിൻ്റെ ഈ ഒരു സംഭവം കണ്ടോ, ഇത് കുറച്ച് താഴേക്ക് വലിച്ചു നോക്കിയാൽ ആ ലൈറ്റ് കുറച്ച് ചെറുതായി അല്ലേ, അതിൻ്റെ ഏരിയ കുറച്ച് ചെറുതായി കണ്ടോ. അതേപോലെ അടുത്ത നോഡിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. അടുത്തതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ചെറുതാക്കി വെച്ചു. എന്താ ഇവിടേക്ക് അപ്ലൈ ചെയ്തു. ഇനി ഇവൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇതാ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടോ. അതേപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, ലൈറ്റ് ഇങ്ങനെ റീച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അതേപോലെ കോൺട്രാസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. ഇനി ഈ ലൈറ്റിൻ്റെ കളറൊന്ന് മാറ്റണമെങ്കിലോ നേരെ ഈ ഒരു ടാബ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ കളർ ഗ്രേഡിങ്ങിൽ വന്നിട്ട് ഇപ്പം ഇത്തിരി മഞ്ഞ കളറല്ലേ നമ്മൾ കാണിച്ചാൽ, മഞ്ഞ കളർ ലൈറ്റ് കിട്ടണേ ഇത്തിരി ഇവിടെ മഞ്ഞ കളർ കൊടുക്കുക.
ഓക്കെ. കണ്ടോ മഞ്ഞ കളറുള്ള ഒരു ലൈറ്റ്. ഇനി അടുത്തതിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഇത്തിരി കളർ ഗ്രേഡ് കൊടുക്കണമെങ്കിൽ ഇവിടെയും ഇത്തിരി ഒരു മഞ്ഞ കളറൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. നമുക്ക് വേണ്ട കളർ എത്ര വേണം എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ മുകളിൽ വരിക. ഇവിടെയും പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നീലയോ ഏതെങ്കിലും കളർ മഞ്ഞ തന്നെ ആയിക്കോട്ടെ അല്ലേ. മഞ്ഞയിലേക്ക് തന്നെ കൊണ്ടുവരാം. ബ്രൈറ്റ്നസ് ഒക്കെ കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞതാണ്. ഇതേപോലെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു നൈറ്റ് ലുക്ക് കിട്ടിയില്ലേ. നോക്കി പോലെ ഈ ലൈറ്റൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതേപോലെ ബൾബുകളുള്ള സ്ഥലത്ത് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. ബൾബുകളുള്ള ഇവിടെ കണ്ട ബൾബുള്ള പോലെ ഒരു ലുക്കല്ലേ വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നൈറ്റ് മോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റീൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ട നല്ല ലുക്കില്ലേ. ഇനി ഇതെങ്ങനെ ചെയ്തതെന്ന് അറിയോ. ഇതും അതേ സെയിം സംഭവം തന്നെയാണ്. നേരത്തെ ഒക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഇനി പറയണ്ടല്ലോ. ഇതേ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതിലൊരൊറ്റ നോഡ് ഈ ഒരൊറ്റ നോഡിന് മാത്രം ഞാൻ ഇവിടെ മഞ്ഞ കളർ കൊടുക്കുന്നതിന് പകരം നീല കളറാണ് കൊടുത്തത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നീലയ്ക്ക് വരെ നമുക്ക് റോസ് കൊടുക്കണമെങ്കിൽ റോസ് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള പച്ച കൊടുക്കണമെങ്കിൽ പച്ച കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തീയുടെ ഒരു ലെയർ ഇവിടെ ചെയ്തു. ഇനി ഇവിടെ ഒരു മഞ്ഞ വേണമെങ്കിൽ അവിടെ ഇത് ചെയ്തു. ഇനി ഇവിടേക്കൊക്കെ വേണമെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്തെത്തി. ചന്ദ്രനൊരു കളർ കിട്ടണമെങ്കിലോ ചന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. ഇത്തിരി കൂടെ വലുതാക്കി വെക്കുക. നല്ലൊരു ഇരുട്ടിയിൽ പോലത്തെ ഒരു കളർ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ലുക്ക് കിട്ടിയില്ലേ. നല്ല ഭംഗിയുള്ളൊരു ലുക്ക് കിട്ടി. ഇനി ഫേസിൻ്റെ കാര്യം കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിലൊന്ന് കാണിച്ചു തരാം. നേരെ കളർ പേജിൽ വരിക. ഇതിലിപ്പോൾ ഇവിടെ റീലൈറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഒരു നോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ റേറ്റ് മാത്രമല്ല ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത്ര സ്റ്റക്ക് ആവാൻ ചാൻസ് ഇല്ല. ഇവിടേക്ക് ലെയറിന് ആഡ് ചെയ്തു. ലെയറിലേക്ക് റീലൈറ്റ് അപ്ലൈ ചെയ്തു. നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ്. ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. റീലൈറ്റ് മാത്രം നോക്കിയാൽ മതി. റീലൈറ്റ് ഇവിടേക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ സംഭവം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ താടിയുടെ ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ലൈറ്റ് അപ്ലൈ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ലൈറ്റ് കുറവാണെങ്കിൽ കുറച്ച് കണ്ടോ. ഇതൊക്കെ ലൈറ്റൊക്കെ ഒന്ന് കൂട്ടിയിടക്കണ്ട. അപ്പോൾ ഈ താടിയുടെ ഈ ഭാഗത്ത് മാത്രം കാണിക്കാൻ വേണ്ടിയാണ്. ഇത്തിരി കളറും കാണിച്ചു തരാം. എന്നാൽ പിന്നെ കളറ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കണ്ട. താടിയുടെ ഈ ലൈറ്റ് പോകുന്നതിലെങ്ങനെ മാത്രമാണ് എഫക്റ്റ് ആവുന്നത്. നമുക്ക് 3D ഇട്ടൊന്ന് കാണിച്ചു തരാം. നോക്കിക്കോ. കറക്റ്റ് ലൈറ്റ് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ താഴെ നിന്ന് ഒരു ബൾബൊക്കെ അടിക്കുന്ന പോലെ ഉണ്ട് അല്ലേ. ഒരു ബൾബൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. ആ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ റീലൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സേജും അയക്കാം. എല്ലാത്തിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് 1 by 1 ആയിട്ട് വെച്ചിട്ടുണ്ട്. പഠിക്കാനും എളുപ്പമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.